ED ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന പി രാധാകൃഷ്ണനെതിരെ ഉയർന്നത് ഗുരുതര ആരോപണങ്ങൾ എന്ന് ED. രാധാകൃഷ്ണൻ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന പരാതി ഉണ്ടായിരുന്നു. ആരോപണ വിധേയരെ ഉപദ്രവിച്ചുവെന്നും EDയുടെ കണ്ടെത്തലുണ്ട്. രാഗനുണ്ട് വിവരങ്ങൾ നൽകാനായി. രാഗൻ, എന്താണ് ഇതിന്റെ വിശദവിവരങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് EDയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള പി രാധാകൃഷ്ണനെ സർവീസിൽ നീക്കിയത്. നിർബന്ധിത വിരമിക്കലാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തുടർന്നുള്ള സംഭവവികാസങ്ങൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നേരത്തെ ഇദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉള്ളതായി വ്യക്തമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ കൊച്ചിയിൽ നിന്നും നേരത്തെ ജമ്മു കാശ്മീരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ട്രാൻസ്ഫർ ചെയ്ത ഘട്ടത്തിൽ ഇദ്ദേഹം ഒരു പെറ്റീഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ കൊടുത്തിരുന്നു. അതിൽ ED നൽകിയിട്ടുള്ള നിലപാട്, അല്ലെങ്കിൽ ED അറിയിച്ചിരിക്കുന്ന നിലപാടെന്ന് പറയും ഇദ്ദേഹത്തിനെതിരെ സീരിയസ് നേച്ചറിലുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള പരാതിയായിരുന്നു. അത് ഒരു അന്വേഷണത്തിന് ഭാഗമായി ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി, അതോടൊപ്പം തന്നെ ഉപദ്രവിച്ചു, കൂടാതെ എക്സ്റ്റോഷൻ, കൊള്ളയടിക്കൽ, അതായത് പണം തട്ടൽ എന്നതടക്കമുള്ള കാര്യങ്ങളിലുള്ള പരാതിയാണ് ലഭിച്ചിരുന്നത് എന്ന കാര്യം ED വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു കാര്യങ്ങൾ കൊണ്ടാണ് ഇദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തെന്നാണ് ED പറഞ്ഞത്. അപ്പോൾ ഇത്തരം ഗുരുതര ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു എന്നതാണ് ED വ്യക്തമാക്കിയിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സീൽഡ് കവറിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ED സമർപ്പിക്കുകയും ചെയ്തു എന്നതാണ് വ്യക്തമാകുന്നത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പിന്നീട് നടന്നത് എന്നതാണ് ബോധ്യമാകുന്നത്. എന്തായാലും ഇദ്ദേഹം പറഞ്ഞിരുന്നത്, പി രാധാകൃഷ്ണൻ പറഞ്ഞത്, തനിക്കെതിരെയുള്ള വ്യക്തിഹത്യയാണ് ഇപ്പോൾ നടക്കുന്നത്, അത്തരത്തിൽ കൈക്കൂലി ആരോപണങ്ങളൊന്നുമില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. എന്തായാലും അദ്ദേഹത്തെ നേരത്തെ സർവീസിൽ നിന്നും നീക്കിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് വലിയ വാർത്തയും ചർച്ചയും ഒക്കെ ആയിരുന്നു. ശരി, രാഗനാണ് വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത്.